അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ് വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു അലം മാ തസ്നഊൻ സദഖല്ലാഹു മൗലാന അൽ-അദീം വസദഖ വബല്ലഗ റസൂലുഹു നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീൻ ശാകിരീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വളരെയധികം ആദരണീയരായ സാദാത്തുക്കൾ, ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ദിക്റിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ പാരത്രിക ലോകത്ത് അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബക്കാർ എല്ലാവരും ഒന്നിച്ച് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ അവர்கள் വർഷങ്ങളോളമായി പതിനായിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടി നടത്തുന്ന മഹത്തായ ജലാലിയ മജ്ലിസ്, അതുപോലെ മഹ്ദറത്തുൽ ബദരിയ, ഇവിടെ ഓതിയ മൻഖൂസ് ഉലീദ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ആ മൗലിദ് കൊണ്ട് ആരംഭിച്ചു. ജലാലിയയും കൂട്ടുപ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുന്ന മഹത്തായ ഈ സംഗമം എന്തുകൊണ്ടും കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്, ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഐഹികമായ ശുഗലുകൾക്കിടയിൽ എത്ര സമയങ്ങൾ ഞങ്ങൾക്കുണ്ടായാലും മതിയാവുകയില്ല. ദുനിയാവ് സമ്പാദിക്കാൻ, ദുനിയാവിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ, അതിനു വേണ്ടിയിട്ട് നെട്ടോട്ടമോടാകാൻ നമുക്ക് എത്ര സമയം മതിയാകുന്നില്ല. അതിനിടയിൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് അല്പം ചിന്തിക്കാനും ദിക്ർ ചെല്ലാനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ളൊരു അവസരത്തിലാണ് മഹത്തായ ജലാലിയ, അതിന്റെ മഹത്വം, അതിന്റെ ബഹുമാനം ഞാൻ അങ്ങോട്ട് പോവുകയല്ല. മനുഷ്യന് മനസ്സിന് എന്തെല്ലാം തരത്തിലുള്ള ഏതോ ഒരു തരത്തിലുള്ള കുളിർ, ഒരു സമാധാനം ആ ജലാലിയിൽ കൂടി കിട്ടുന്നു. അതൊരു മഹത്തായ ദിക്ർ എന്ന് മാത്രമല്ല, അതിനു പുറമെ അതിലുള്ള സ്വലാത്തുകൾ, എന്തൊരു കുളിരാണത് ചൊല്ലുമ്പോൾ നമുക്കുണ്ടാവുക. അതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞു ചൊല്ലുന്ന സമയം മനസ്സിന് വല്ലാത്ത തഗയ്യുർ, ആനന്ദം തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാത്തിനും പുറമെ ഈ മഹത്തായ സജ്ജിൽ വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന ദിക്ർ, അതുപോലെ ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെ, സയ്യിദുമാരുടെ, അഹ്ലു ബൈത്തിന്റെ ഒക്കെയും ഒരുമിച്ച് കൂടൽ, അവരൊക്കെയും ദുആ നമുക്ക് വലിയ മുതൽക്കൂട്ടാണ് എന്നതിന് യാതൊരു സംശയവും ഇല്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഇതൊക്കെ വേണ്ടിയിരുന്നോന്ന് ചിന്തിക്കുന്ന അല്പം ചിലരെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ആവശ്യമുണ്ടായി എന്ന് ചിന്തിക്കുന്നത് നമുക്ക് കാണും. പിന്നെ ഏതാണ് വേണ്ടത്? ക്രിക്കറ്റ് ടൂർണമെന്റ് ആണോ വേണ്ടത്? വോളിബോളും ക്രിക്കറ്റും ഒക്കെ നടത്തണമെന്നാണ് തോന്നുക? ഒന്നുമല്ല, ഇത് തന്നെയാണ് ആവശ്യമുള്ളത്. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു അലം മാ തസ്നഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയത് എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയ ശ്രേഷ്ഠം, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ദിക്ർ. ദിക്ർ ജലാലിയായാലും എന്തായാലും ദിക്ർ എന്നതിന്റെ വിശാലമായ അർത്ഥത്തിൽ എല്ലാം അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാം വിജയികളുടെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ ദുനിയാവും ആഖിറവും ഇരു ലോകത്തിന്റെയും വിജയത്തിന്റെ അടയാളമായി അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഖുർആനിൽ അല്ലാഹു നമ്മെ അറിയിച്ചത്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വ ഖുഊദാ, ബുദ്ധിയുള്ളവരുടെ അടയാളമായി, ബുദ്ധിമാന്മാരുടെ ഉലുൽ അൽബാബ് അവരുടെ അടയാളമായി കാണിച്ചത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വ ഖുഊദാ. ബുദ്ധിയുള്ളവർ. ഇത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനോ ബുദ്ധിയുള്ളവർക്ക് ഇത് കഴിയില്ല. ബുദ്ധിശൂന്യർക്ക് മാത്രമേ കഴിയുകയുള്ളൂ.
ആവശ്യമാണ്, അനിവാര്യമാണ്. നമ്മുടെ ഖൽബ് ശുദ്ധീകരിക്കാൻ കണ്ടോ മഹദറത്തുൽ ബദരിയ നടക്കാൻ പോവുകയാണ്. മഹാന്മാരുടെ ബദരീങ്ങളുടെ അർവാഹകളുടെ സാന്നിധ്യം, നമ്മുടെ ഖൽബിന്റെ കറകൾ, നമ്മുടെ ദുസ്വഭാവങ്ങൾ എല്ലാം നീങ്ങിക്കിട്ടാൻ, എല്ലാത്തിനും പുറമെ നീറുന്ന പ്രശ്നങ്ങളുമായി ആയിരക്കണക്കിന് ആളുകൾ തങ്ങളെ സമീപിക്കുകയാണ്. രോഗികൾ അല്ലെങ്കിൽ വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ എല്ലാം തങ്ങളോട് ദ്വാരക്കാനായിട്ട് ഒരു വരികയാണ്. ഒക്കെ പരിഹാരമുണ്ടാകും. മഹാന്മാരാകുന്ന ബദരീങ്ങൾ, സാദാത്തുക്കൾ, മഹാന്മാർ അതൊക്കെ സാന്നിധ്യം അർവാഹുകൾ ഉണ്ടാവും. അതുകൊണ്ടെല്ലാം പരിഹരിച്ചു കിട്ടും. അർഹമുർ-റഹീമീനായ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാട്ടെ. അവന്റെ ദിക്ർ കൊണ്ട് ശുഗ്നാവാൻ, ധാരാളം ദിക്റുകൾ പെരുപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ നാമത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.